നമസ്കാരം. PV അൻവറില്ലാതെ ഒരു നിയമസഭാ കക്ഷികളും മുന്നോട്ട് പോകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. LDFിനോട് സഹകരിക്കുകയും അവസാനം LDFിനെ പഴി പറഞ്ഞ് അവിടെ നിന്ന് UDF കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്യാൻ ശ്രമിക്കുന്ന അൻവർ ഒരു തുറുപ്പ് ചീട്ടിറക്കി കഴിഞ്ഞ ദിവസം. അങ്ങനെ അൻവറിനെ സഹകരിപ്പിക്കാതിരിക്കാൻ കഴിയാത്ത വിധം VD സതീശനടക്കം അകപ്പെട്ടു പോകുന്നു. UDFിനുള്ളിലാണോ UDFിന് പിന്നിലാണോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ VD സതീശൻ്റെ പ്രതികരണം UDFിനുള്ളിൽ കയറ്റിയിട്ടില്ല, എന്നാൽ പുറത്തിറക്കിയിട്ടുമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ സമീപനമായിരുന്നു. ഇനി അത് നടക്കില്ല. കാരണം അൻവറിനെ കൂടി കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല UDFിനാണെങ്കിലും. കാരണം UDF സഹകരണത്തിൻ്റെ ആദ്യ ദിനം CPMന് അൻവർ വക ഒരു 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നു. പനമരം പഞ്ചായത്തിൽ UDFിന് അട്ടിമറി വിജയം സമ്മാനിച്ചിരിക്കുന്നു. UDF സഹകരണത്തിൻ്റെ ആദ്യ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് CPMൻ്റെ ഒരു പണി അൻവർ ഇട്ടുകൊടുത്തത്. വയനാട്ടിലെ പനമരം പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ തൃണമൂൽ പിന്തുണയോടെ CPM സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ട് UDF ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി ലക്ഷ്മി ആലക്കാമുറ്റം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. LDFിൽ നിന്ന് കൂറുമാറി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ബെന്നി ചെറിയാൻ്റെ പിന്തുണയോടെയാണ് UDF പഞ്ചായത്ത് ഭരണം ഇപ്പോൾ പിടിച്ചെടുത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയിൽ അൻവറിനെ കഴിഞ്ഞ ദിവസം രാവിലെ സഹകരിപ്പിച്ചതിന് പിന്നാലെയാണ് തൃണമൂൽ അംഗം UDFിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ലക്ഷ്മിക്ക് 12 വോട്ട് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. UDF ധാരണ പ്രകാരം മുസ്ലിം ലീഗിനായിരുന്നു പ്രസിഡന്റ് പദം. 22ാം വാർഡ് വെള്ളരിവയലിൽ നിന്നാണ് ലക്ഷ്മി ആലക്കാമുറ്റം പഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറിയിരുന്നത്. വനിതാ ജനറൽ സംവരണമാണ് പ്രസിഡന്റ് പദം. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി ലീഗിനുള്ളിൽ തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് UDF അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിന് എത്തിച്ചേർന്നില്ല. ക്വാറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് അത് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അതായിരുന്നു സംഭവിച്ചത്. ലീഗിന് നിലവിൽ 3 വനിതാ അംഗങ്ങളാണ്. കുണ്ടാലയിൽ നിന്ന് വിജയിച്ചു വന്ന ഹസീന ശിഹാബിനെയായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി ആദ്യം പിന്തുണച്ചത്. എന്നാൽ ഒരു വിഭാഗം ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. തുടർന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖലി തങ്ങൾ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് പ്രശ്നം രമ്യതയിലെത്തിച്ചത്. അങ്ങനെ ലക്ഷ്മി ആലക്കാമുറ്റത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തു. അവർ ഇപ്പോൾ വിജയിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ബെന്നി ചെറിയാൻ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ലക്ഷ്മിക്ക് വോട്ട് ചെയ്തതോടുകൂടി അവർ വിജയിച്ചു വന്നു. അതായത് PV അൻവർ നിർദ്ദേശിച്ച പ്രകാരം UDFിന് വോട്ട് ചെയ്തു എന്ന് തന്നെ ബെന്നി ചെറിയാൻ പറയുകയും ചെയ്തു. ഇടതുമുന്നണി വിട്ട ബെന്നി ചെറിയാൻ്റെ അടുത്ത ഇടെയാണ് ബെന്നി ചെറിയാൻ PV അൻവറിൻ്റെ ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും അതിൽ ചേരുന്നതും. ഇതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയിൽ UDF ഭരണം പിടിക്കുന്ന ആദ്യ പഞ്ചായത്തായിട്ട് പനമരം പഞ്ചായത്ത് മാറിയത്. നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്നാണ് നറുക്കെടുപ്പിലൂടെയാണ് CPMലെ ആസ്യ അവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. JDS അംഗമായിരുന്ന ബെന്നി ചെറിയാൻ അവിശ്വാസ പ്രമേയത്തിൽ UDFിനെ പിന്തുണച്ചതോടെയാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFിൽ നിന്നും UDFിലേക്ക് ലഭിക്കുന്നതും LDFിന് ആ പദവി നഷ്ടമാകുന്നതും. ഇതിൽ നിന്ന് UDF മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മലയോര സമരവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മലയോര യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് UDFിലെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയിൽ PV അൻവറിനെ സഹകരിപ്പിച്ച 1ാം ദിനം തന്നെ UDFിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കുവാൻ PV അൻവറിന് കഴിഞ്ഞു. ഒരു നല്ല തിരിച്ചടി CPMന് നൽകുവാനും അതിലൂടെ PV അൻവർ ലക്ഷ്യമിട്ടു എന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ, സതീശനോ അല്ല സുധാകരന് സത്യത്തിൽ ഈ അൻവറിനെ പങ്കെടുപ്പിക്കുന്നതിലും സഹകരിപ്പിക്കുന്നതിലും യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. കാരണം പുള്ളി ഈ പറയുന്നത് പോലെ PV അൻവറിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കണ്ടുകൊണ്ടോ എന്ത് തന്നെയായാലും ഒരു ബന്ധം സുധാകരനും അൻവറും തമ്മിലുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ UDFിൻ്റെ ഭാഗമാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വൈഷമ്യവും
സുധാകരനില്ല. പക്ഷേ സതീശൻ എന്തോ ഒരു ചെറിയ വൈഷമ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അൻവർ തീർത്തു കൊടുത്തു. ഇനിയെങ്കിലും സതീശനും സുധാകരനും രമേശനും എല്ലാം അൻവറിനോടൊപ്പം സഹകരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പുതിയ വാതായനങ്ങളാണ് എന്നുള്ളതല്ല. ചിലപ്പോൾ LDF നിന്നതിനേക്കാൾ വലിയ ഗുണം UDF ഉണ്ടായേക്കാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ LDF എന്ത് തലവേദനയാണോ അനുഭവിച്ചത് അതിനെക്കാട്ടിലും വലിയ തലവേദന UDF സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.